ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷ സുഖമല്ലേ? ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എനിക്കെന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന മാല ഉണ്ടോ, ഇത് ശരിക്കും വെള്ളിയിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് 5 മുഖം രുദ്രാക്ഷം, അതുപോലെ ഈ കമ്മൽ, അതുപോലെ ഈ കൈ ചെയിൻ, ഇതെല്ലാം എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നെയാണ്. അത് വേറെ ആരുമല്ല, എൻ്റെ മോനൂസ് എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്. കാരണം അവനെനിക്കിങ്ങനെ പ്രതീക്ഷിക്കാതെ പല ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊണ്ടു തരും. അതൊക്കെ എനിക്കെൻ്റെ ലൈഫിൽ ഭയങ്കര മറക്കാൻ പറ്റാത്തതും ഭയങ്കര ഹാപ്പിനെസ് തരുന്നതും കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും കൂടുതൽ ഗിഫ്റ്റ് തന്നിരിക്കുന്നത് എൻ്റെ മോനൂസാണ്. ഞാൻ വേറെ ആരും ഗിഫ്റ്റൊന്നും തന്നിട്ടില്ല കേട്ടോ. പിന്നെ സിസ്റ്റർ ഇടയ്ക്കൊക്കെ മേടിച്ചു തരാറുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് തരുന്നത് മോനൂസാണ്. പിന്നെ എന്താ പറയുക, ഈ ഇതുപോലൊരു മാലയുടെ പുറകിൽ ഞാൻ പോയൊരു കഥയുണ്ട്, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. അത് വേറൊന്നുമില്ല, ഞാനൊരു കഴിഞ്ഞ വർഷം ഒരു 7-8 മാസത്തിന് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത്, റീല് കണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു പയ്യൻ്റെ കഴുത്തിൽ ഇങ്ങനൊരു മാല കിടക്കുന്നത് ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ അച്ഛൻ്റെ കഴുത്തിൽ ആ മാലയിലോട്ടാണ് എൻ്റെ കണ്ണു പോയത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഞാൻ ആ പേഴ്സണൽ ആ പയ്യനോട് മെസ്സേജ് ചോദിച്ചു, മോനെ, കാരണം എനിക്കത് എൻ്റെ മോനൂസിന് ഒരെണ്ണം മേടിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ പയ്യനോട് വിളിച്ച് ചോദിച്ചത്. മെസ്സേജ് അയച്ചപ്പോൾ പയ്യൻ പറഞ്ഞു, ചേച്ചി ഇത് അത്ര വില കൂടിയ സാധനമൊന്നും അല്ല, ഇത് റിയൽ ഇത് എന്താ പറയുക, ക്രിസ്റ്റലൊന്നും അല്ല, ഇത് ഞാൻ ഗുരുവായൂർ കിഴക്കേ നടന്ന പടിഞ്ഞാറെന്ന് മേടിച്ചതാണ്. ഒരു 7 വർഷത്തിന് മുമ്പ് മേടിച്ചതാണ് പയ്യനത്. പക്ഷെ നല്ല ഭംഗിയാണ് ചേച്ചി, നല്ല മുത്താന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എല്ലാ അമ്പലത്തിൻ്റെ സ്ഥലങ്ങളിലും ഉണ്ട് ചേച്ചി, ചേച്ചി നോക്കിയാൽ മതി, അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഗുരുവായൂർ പോകുമ്പം ഞാൻ നോക്കിയിട്ട് ചേച്ചിക്ക് ഒരെണ്ണം മേടിച്ചിടാമെന്ന് പറഞ്ഞു. ശരി മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് ഏതൊരു അമ്പലത്തിൽ പോലെ ഞാൻ ഈ മുത്തുമാല നോക്കാറുണ്ട്, ഇങ്ങനത്തെ മുത്തുമാല. പക്ഷെ എനിക്കത് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഒരു 3-4 മാസത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടെ പോയായിരുന്നു, നമ്മുടെ ഇവിടെ കൊടുങ്ങല്ലൂർ ഞാനും മോനിസും പോയപ്പോൾ ജസ്റ്റ് ഒരു കടയിൽ കയറി നോക്കട്ടെ മോനിസും പറയാൻ പോയി നോക്കി. അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ ഇതുപോലത്തെ വെള്ള കളറിൽ കെട്ടിയ ഒരു അപ്പുറം ഇപ്പുറം പൂ പോലെ വന്നിട്ട് നടുക്കൂടി മാല കെട്ടിയ ഈ മാല എനിക്ക് കിട്ടി. പക്ഷേ എൻ്റെ കണ്ണ് മൊത്തം എനിക്ക് അങ്ങനത്തെ ആ പൂ പോലത്തെ വേണ്ട, ഇങ്ങനെ മുത്ത് ഇങ്ങനെ വന്ന് കെട്ടുന്ന മുത്ത് വെച്ച മാല വേണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ എനിക്ക് ഞാൻ മേടിച്ചത് മോനൂസ് അത് ഒരെണ്ണേ മേടിച്ചോളൂ. മോനൂസിന് കൊണ്ടുപോയി ഞാൻ അമ്പലത്തിൽ കൂടി പൂജിച്ച് അവന് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഞാൻ കാണുന്നത് നമ്മുടെ കിഴക്കേ കോട്ടയം, നമ്മുടെ പൂർണ്ണത്രേശൻ അമ്പലത്തിലെ കിഴക്കേ കോട്ടയിൽ ഇങ്ങനെ ജസ്റ്റ് അവിടെ കടയിൽ കയറി നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കയറിയപ്പോൾ എനിക്ക് എന്തോ എവിടെ പോയാൽ നോക്കുന്ന ഈ മുത്താണ്, കിട്ടുമെന്ന് കയറിയപ്പോൾ എന്താ അവിടെ ഇങ്ങനെ ആ ചേച്ചി മുള നിറച്ച് പൊടിയാണ്, അതൊന്നും കഴുകി എടുക്കാൻ കൊണ്ട് ആ ചേച്ചി അത് കഴുകിയിട്ട് എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു. എൻ്റെ പൊന്നോ എന്നാ ബ്യൂട്ടിഫുള്ളാണെന്നറിയാമോ. കാരണം നമ്മൾക്ക് അങ്ങ് ഇഷ്ടമാവും, ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് മൂഡാവും. എനിക്കിത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിരുന്നത് 2 മാല മേടിച്ചു കേട്ടോ. 2 മാല മേടിച്ചു. ഞാനത് കൊണ്ടുവന്നിട്ട് കഴുകിയിട്ട് പൂർണ്ണത്രേശൻ്റെ അടുത്ത് കൊണ്ടുപോയി പൂജിച്ച്, ഒന്ന് മോനൂസിനും ഒന്ന് ഞാനും ഇട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ട് ഞാൻ ആ മാലേൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. പക്ഷേ എനിക്കത് കോപ്പറാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഇവിടെ ഒരു പേളൊക്കെ കെട്ടുന്ന ചേച്ചിയാണ്, ആ ചേച്ചി എടുത്ത് കൊണ്ടുപോയി, ചേച്ചി എനിക്കിത് ഈ കോപ്പർ മാറ്റിയിട്ട് ഈ ഗോൾഡൻ കളർ വെച്ച് കെട്ടിത്തരുമോ ചോദിച്ചു. ആ ചേച്ചിയോട് എന്താ ആ ചേച്ചി കെട്ടി തരികയും ചെയ്ത്. ഞാൻ പല വീഡിയോയിൽ മാല ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ മോനൂസിങ്ങനെ ഭക്ഷണം മോനൂസ് എനിക്ക് ഈ മാല ഉണ്ടല്ലോ, എനിക്കിത് ഇതേപോലെ വെള്ളിയിലൊന്ന് കെട്ടിക്കണം, എനിക്ക് സ്ഥിരം കഴുത്തിൽ മറ്റൊന്ന് സ്ഥിരം ഇടാൻ പറ്റത്തില്ല, എപ്പോഴും പൊട്ടി പോകുമല്ലോ പേടിച്ച് ഞാൻ സ്ഥിരം ഇടാറുമില്ല. സ്ഥിരം കഴുത്തിടാൻ വേണ്ടി എനിക്കിത് വെള്ളിയിലൊന്ന് തീർപ്പിക്കണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു തീർപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അവനെ എനിക്കിന്നിത് തീർത്ത് കൊണ്ട് തന്നപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സന്തോഷമുണ്ട് കേട്ടോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം നമ്മുടെ കയ്യിൽ കൊണ്ടു തന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ കൊണ്ട് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതും എനിക്ക് വലിയ ലെന്തുള്ള മാല ഇടുന്ന ഇഷ്ടമെന്ന് പറഞ്ഞറിയാം. കറക്റ്റ് ഒരു 6 പിടിയുണ്ടെന്ന് തോന്നുന്നു. ആ കറക്റ്റ് 6 പിടിയിലൊരു മാലയാണ്. അതിനൊക്കെ രുദ്രാക്ഷവും 5 മുഖ രുദ്രാക്ഷവും കിട്ടിയൊരു മാല. ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവനും അതുപോലെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, അവൻ ഇങ്ങനെ പഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിക്കണം, ഇന്ന് പൂർണ്ണത്രേശൻ്റെ അടുത്ത് കൊണ്ടുപോയി പൂജിച്ച് കൊണ്ടുവന്ന് കൊടുക്കണം. അവന് മാലയല്ല അങ്ങനെ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം എപ്പോഴും പുറത്തും യാത്രയൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ, അന്നേരം എപ്പോഴും പൂജിച്ചെണ്ണം കഴുത്തി കിടക്കുന്നത് നല്ലതാണ്. ഞാൻ പൂജിച്ച് കൊണ്ടുവന്ന് കൊടുക്കും വൈകുന്നേരം. നമ്മളറിയാതെ പ്രതീക്ഷിക്കാൻ നമ്മുടെ ലൈഫിൽ വരുന്ന ചില ഗിഫ്റ്റുകളുണ്ട്, അത് നമുക്ക് വില മതിക്കാത്തതാണ്. അങ്ങനൊരു ഗിഫ്റ്റാണിത് കേട്ടോ, വില മതിക്കാത്തത്. കാരണം എൻ്റെ ജീവിതകാലം മൊത്തം എൻ്റെ ശരീരത്തോട് ഒട്ടിക്കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സാധനം. കാരണം എന്താ പറയുക, ഈ തിളക്കമുള്ളതുപോലെയാണ് മോനൂസ്. ഇതിൻ്റെ ഈ ഓരോ മുത്തുകൾ തിളങ്ങുന്ന പോലെയാണ് അവൻ്റെ മനസ്സും, അതേപോലെ തിളക്കമുള്ള ഒരാളാണ്. കാരണം
എന്താ പറയുക, ഇങ്ങനൊരു അനിയനെ കിട്ടിയതിന് ഞാൻ ഭയങ്കരമായിട്ട് പുണ്യം ചെയ്ത സ്ത്രീയാണ്. എന്നുവെച്ചാൽ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര ഞാൻ ഹാപ്പിയാണ് എൻ്റെ മോനൂസ് എൻ്റെ അടുത്തുള്ളത്. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതിൽ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. അന്നേരം എന്താ, എല്ലാവരും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും അനിയന്മാർക്കും, അല്ലെങ്കിൽ ചേച്ചിമാർ അനിയന്മാർക്കും ചേട്ടന്മാർക്കും എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കും. അച്ഛനമ്മയ്ക്ക് എല്ലാവരും ഗിഫ്റ്റ് വെച്ച് കൊടുക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എനിക്കങ്ങനെ പൊതുവെ ഫ്രണ്ട്സൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. എനിക്കങ്ങനെ കൂട്ടുകാരൊന്നും ഇല്ല. നമ്മൾ എന്താ പറയുക, എൻ്റെ കൂട്ടുകാർ നിങ്ങളാണ്. കാരണം നിങ്ങൾക്ക് എന്നെ കാണാം. അന്നേരം നിങ്ങളോടാണ് ഇതെല്ലാം ഷെയർ ചെയ്തത്. നിങ്ങളാണ് എൻ്റെ കൂട്ടുകാർ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു സന്തോഷങ്ങളും എൻ്റെ കുഞ്ഞു വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ നേരം വെളുത്ത് ഇത്രയും നേരം നമുക്ക് ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ സമയം തന്നതിനും ദൈവത്തിനോട് നന്ദി. എനിക്കും ഈ പ്രപഞ്ചത്തോടും നന്ദി എല്ലാത്തിനും. അതുപോലെ നിങ്ങളും എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാം. അപ്പം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും നിങ്ങളാണ് എൻ്റെ കൂട്ടുകാർ. അന്നേരം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.